ഹലോ. അപ്പോ നമ്മുടെ 30 ഡേ ഹോം വർക്കൗട്ട് പ്രോഗ്രാമിന്റെ ഡേ 12 ആണെന്ന്. ഇന്ന് നമുക്ക് റെസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് സ്ട്രെച്ചസ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ ബേസിക് സ്ട്രെച്ചസ് ആണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ബാ. അപ്പോ ഇന്ന് നമ്മുടെ റെസ്റ്റ് ആൻഡ് റിക്കവറി ഡേ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്ട്രെച്ചസ് ആണ്. ഈ സ്ട്രെച്ചസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ തലകുത്തി പറയുന്നത് അതൊന്നും വേണ്ട. വളരെ ചെറിയ സ്ട്രെച്ചസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തവർക്ക് പോലും പതുക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേസിക് സ്ട്രെച്ചസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇത് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഇത് തന്നെയാണ് ചെയ്തത്. വളരെ ബേസിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്കത് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ. അപ്പോ കിടന്നാലോ? വാ. ഇത് കണ്ടോ, ഇതിങ്ങനെ കിടക്കുക. എന്നിട്ട് കൈ ഇവിടെ വെച്ചോളൂ. കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? കൈ ഇവിടെ വെച്ചോളൂ. ദെൻ ഏതെങ്കിലും ഒരു കൈ ലെഫ്റ്റ് ഓർ റൈറ്റ് എടുക്കുക. ഇപ്പൊ ഞാൻ റൈറ്റ് എടുക്കുകയാണ്. റൈറ്റ് എടുക്കുമ്പോ എന്റെ ലെഫ്റ്റ് ലെഗ് ഞാൻ ദാ ഇങ്ങനെ പൊക്കി പിടിച്ചു. ദെൻ ഇതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തു. എന്നിട്ട് ഈ കൈ ഇവിടെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കമത്തി വെച്ചേ. ഓക്കെ. എന്നിട്ട് ഇതാ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു. കണ്ടോ, 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. തിരിച്ചു വരുന്നു. എന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഹാൻഡ് ദാ ഞാൻ നേരത്തെ റൈറ്റ് എടുത്തു, ഇപ്പൊ ലെഫ്റ്റ് എടുക്കുന്നു. അതുകൊണ്ട് റൈറ്റ് ലെഗ് എടുത്തു, ഇവിടെ ഹോൾഡ് ചെയ്തു, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു. പോട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. തിരിച്ചു വരുന്നു. എന്നിട്ട് നേരത്തെ ആദ്യം എടുത്ത ലെഗ് എടുക്കുന്നു. ഞാൻ ലെഫ്റ്റ് എടുത്തതുകൊണ്ടാണ്. ലെഫ്റ്റ് എടുത്തു. രണ്ട് കൈയും കൊണ്ട് ഇവിടെ മുട്ടിന് താഴെയായിട്ട് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പതുക്കെ പുള്ളി ചെയ്യുക. ഈ പുള്ളി ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ സ്ട്രെച്ച് ഫീൽ ചെയ്യണം. ഓക്കെ. ഹാംസ്ട്രിങ്സ് സ്ട്രെച്ച് ഫീൽ ചെയ്യുക. പുള്ളി ചെയ്ത് ഭയങ്കര വലിച്ചു പിടിക്കണ്ട കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ട് പുള്ളി ചെയ്താൽ മതി. ആ സ്ട്രെച്ച് ഫീൽ ചെയ്യുമ്പോൾ അവിടെ ഹോൾഡ് ചെയ്തോളൂ. ഹോൾഡ് ചെയ്തിട്ട് റെഡി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. തിരിച്ചു വെക്കുന്നു. അടുത്ത കാലെടുക്കുന്നു. ഇവിടെ ഹോൾഡ് ചെയ്യുന്നു. ദാ 1. നമുക്ക് ഈ കാലിങ്ങനെ സ്ട്രെയിറ്റ് ഒക്കെ പിടിക്കാം കേട്ടോ. ഇത് വളരെ ബേസിക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ മടക്കി വെച്ചോ. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29
30. തിരിച്ചു വെക്കുക. എന്നിട്ട് ഒരു കാല് ഇങ്ങനെ മടക്കി വെക്കുന്നു. ഒരു കാല് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ലാസ്റ്റ് എടുത്ത് ലെഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ മടക്കി വെച്ചിട്ട് മറ്റേ കാല്. ഓക്കെ, ഞാനിപ്പം റൈറ്റ് ലെഗ് ഇങ്ങനെ മടക്കി വെച്ചു. ദെൻ ലെഫ്റ്റ് ലെഗ് എടുത്തിട്ട് ഇവിടെ വെച്ചു. കണ്ടോ? കാണുന്നുണ്ടോ? കണ്ടോ? എന്നിട്ട് നേരത്തെ പിടിച്ച പോലെ തന്നെ ഇവിടെ ഇവിടെ ഹോൾഡ് ചെയ്ത് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക, പുൾ ചെയ്യുക, ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. കാല് നിലത്ത് വെച്ചിട്ട് മറ്റേ കാല് ഇതുപോലെ മടക്കി വെക്കുക. റൈറ്റ് ലെഗ്, ഞാൻ റൈറ്റ് ലെഗ് ആയതുകൊണ്ടാണ് റൈറ്റ് ലെഗ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഏതാണ് മറ്റേ കാല് ഇത് വെക്കുക. ദെൻ ഇവിടെ ഹോൾഡ് ചെയ്യുക. കണ്ടോ? ഇവിടെ ഹോൾഡ് ചെയ്യുക. ദെൻ വീണ്ടും പുൾ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഓക്കെ, പതുക്കെ എഴുന്നേക്കുക. എന്നിട്ട് ഒരു കാല് ഇങ്ങനെ വെക്കുക, മറ്റേ കാല് മടക്കി വെക്കുക. എന്നിട്ട് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. കണ്ടോ? ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. തിരിച്ച് ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ? ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക, നിവർത്തി. ഓക്കെ, ഇതാ ഹോൾഡ് ചെയ്തോ. 1 ഇങ്ങനെ ഓടിക്കട്ടോ. 1 ഇങ്ങനെ വളഞ്ഞിരിക്കണ്ട, നേരെ നിന്നോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഓക്കെ, ഇനി അടുത്ത കാലെടുക്കുന്നു, ഇവിടെ ഹോൾഡ് ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അത് തിരിച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25
26, 27, 28, 29, 30. ഓക്കെ, കാല് മടക്കി ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ബാക്കിലേക്ക് ഇരിക്കുക. കണ്ടോ? ദെൻ ദാ കൈ കൊണ്ടുപോയി മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഫുള്ളായിട്ട് കിടക്കുക. ഇങ്ങനെ പൊങ്ങി കിടക്കരുത്, ഇങ്ങനെ കിടക്കുക. എന്നിട്ട് റെഡി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. പൊങ്ങുക, കാല് ബാക്കിലേക്ക് വെച്ച് ഫുള്ള് കിടക്കുക. എന്നിട്ട് ദാ നോക്കി മുകളിലേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. തിരിച്ചു കിടന്ന് എഴുന്നേറ്റോ. എഴുന്നേക്കുക, കാല് നീട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് കൈ ഇവിടെ വെച്ച് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, മാക്സിമം ബാക്കിലോട്ടെ, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. Then ഫുള്ളായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. നന്നായിട്ട് ഇവിടെ നിന്ന് സ്ട്രെച്ച് ചെയ്യുക. കഴുത്ത് ഇങ്ങനെ പിടിച്ച് വലിക്കരുത്. ഈ സ്ട്രെച്ച് ചെയ്താൽ മാത്രം മതി ഇവിടെ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. എന്നിട്ട് തിരിഞ്ഞിരിക്കുക. അതിനോട് തിരിഞ്ഞിരിക്കുക. ഇത് കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. സൂപ്പർ, കൊള്ളായിരുന്നു അല്ലേ? നല്ല സെഷൻ അല്ലായിരുന്നോ? അപ്പം ഈ സ്ട്രെച്ച് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങനെ വലിച്ചു പിടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ലിമിറ്റിൽ പതുക്കെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് ഇതാക്കി ചെയ്യണ്ട. ദെൻ
അപ്പം ഇതാണ് നമ്മുടെ സ്ട്രെച്ച് ഡേ. അപ്പൊ ഇന്ന് എല്ലാവരും ഇത് മാത്രം ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുക. നാളെ നമ്മുടെ വീക്ക് 3 സ്റ്റാർട്ട് ചെയ്യും. വീക്ക് 3 നമ്മൾ വീക്ക് 1 കഴിഞ്ഞു, വീക്ക് 2 കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് വീക്ക് 3 ആണ്. കുറച്ചുകൂടി ഇന്റൻസ് ആയിരിക്കും, കുറച്ചുകൂടെ കാർഡിയോസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കുറച്ച് കട്ടി കൂടാൻ പോവാണ്. നമ്മുടെ ഇത് ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഇന്റൻസിറ്റി മാറി വരുന്നത് എന്നുള്ളത്. അപ്പൊ നാളെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഒരെണ്ണം പറയാൻ പറഞ്ഞു, കീപ് മൂവിങ്.